ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും കൃപയും സൗഖ്യവും നമ്മുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മൾ ഇന്നലെ കണ്ടത് ക്രിസ്തുവിൽ നവജീവിതം. റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 തിരുവചനങ്ങളാണ്. ഇന്ന് നമ്മൾ കാണുന്നത് റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ അധ്യായത്തിലെ എല്ലാ വചനങ്ങളും നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ആത്മാവിൽ നയിക്കപ്പെടുന്നവർ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ച് വായിക്കുകയും ഇതനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 3-ാം തിരുവചനം ഇങ്ങനെയാണ് പറയുക. പൗലോസ് പറയുകയാണ്, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു. അപ്പോൾ പൗലോസിലേക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നമ്മളോട് അവിടുന്ന് പറയുകയാണ്. എന്താണ് പറയുക? നമ്മൾ ദൈവത്തിൻ്റെ അവയവങ്ങളാണ്, അല്ലെങ്കിൽ ഈശോയുടെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ ശരീരം ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു. 4 ശരീരത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചു. അതിൽ ഒരു ശരീരമാണ് മൗതികമായ ശരീരം, അത് സഭയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളുള്ളതുപോലെ എല്ലാ അവയവത്തിനും ഒരേ ധർമ്മമല്ല. അതുപോലെ നാം പലരാണെങ്കിലും ക്രിസ്തുവിൽ ഒന്നാണ്. നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, പൗലോസ് ശ്ലീഹ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: എങ്കിൽ ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളോട് ഞാൻ പറയുന്നു, ദൈവത്തിൽ നിന്ന് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന വിശ്വാസം അനുസരിച്ച് നമ്മൾ വിവേകപൂർവം ചിന്തിക്കുവിൻ. അപ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് നമ്മൾ വിവേകപൂർവം ചിന്തിക്കണം. എന്നിട്ട് പറയുകയാണ്, നമുക്ക് ഒരു ശരീരത്തിൽ പല അവയവങ്ങളുണ്ടല്ലോ, എന്നാൽ ഈ അവയവങ്ങൾക്കെല്ലാം ഒരു ധർമ്മമല്ല. അവയ്ക്ക് അവയുടേതായ ധർമ്മങ്ങളുണ്ട്. എന്നതുപോലെ നമ്മൾ പലരാണെങ്കിലും ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ അവയവങ്ങളാണ്. നമ്മൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, 90-91 കാലഘട്ടങ്ങളിൽ ഒരു ശുശ്രൂഷകൻ ഇടുക്കി പ്രദേശത്തുള്ള ഒരു ദേവാലയത്തിൽ വാർഷിക ധ്യാനം നടത്തുക. വാർഷിക ധ്യാനത്തിൻ്റെ അവസാന ദിവസം പറഞ്ഞത് ക്രിസ്തുവിലുള്ള നവജീവിതത്തെക്കുറിച്ചാണ്, സ്ഥായി ഘടകങ്ങളെക്കുറിച്ചാണ്. ആത്മാവിൽ നയിക്കപ്പെടേണ്ട സ്ഥായി ഘടകങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നിരന്തരം വായിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഭാഗമാണ് റോമാക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ആത്മാവിൽ നവജീവിതം. അപ്പോൾ ഈ ക്ലാസ് എടുത്ത് യുവാക്കളെല്ലാം തീക്ഷ്ണതയാൽ ജ്വലിച്ച് അവർ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയ, നമ്മൾക്കറിയാം ഇടുക്കി പ്രദേശത്തുള്ള ദേവാലയങ്ങളെല്ലാം ഒരു അല്പം ഉയരത്തിലാണ് നിൽക്കുക. ദേവാലയത്തിൽ നിന്ന് അവർ താഴേക്ക് ഇറങ്ങി അവർ സിറ്റിയിലേക്ക് വന്നു. അവർ സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒരു ജംഗ്ഷനാണ്. സിറ്റിയിൽ വന്നപ്പോൾ അവരുടെ ഇടവകയ സമൂഹത്തിൽപ്പെട്ട ഒരു ചേട്ടൻ, കാരണം ഞാൻ ചേട്ടൻ്റെ പേര് പറയുന്നില്ല, കാരണം ഒരുപക്ഷെ പലരും ഇത് ശ്രമിക്കുന്നുണ്ടല്ലോ. ആ ചേട്ടൻ മദ്യപിച്ച് ഓടയിൽ കിടക്കുകയാണ്. 3 യുവാക്കൾ ഇത് കണ്ടു. അവർ ക്രിസ്തുവിൻ്റെ ശരീരത്തിന് അവയവങ്ങളാണെന്ന് അവർ മനസ്സിലാക്കി. പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു തോന്നലുണ്ടായി. എന്ന് പറയുമ്പോൾ നമ്മൾ ശരീരത്തിന് അവയവം എന്ന് പറയുമ്പോൾ ഓർക്കുക, നമ്മളെ ഒരു കൊതുക് കുത്തിയാൽ നമ്മുടെ വലത് കാലിൽ അല്ലെങ്കിൽ നമ്മുടെ കാൽഭാഗത്ത് കൊതുക് കുത്തിയാൽ കാലല്ല കൊതുകിനെ ഓടിക്കുന്നത്, പിന്നെയോ കൈയാണ്. അവിടെ പെട്ടെന്ന് നാം അറിയാതെ നമ്മുടെ കൈ അവിടെ ചെല്ലും.
കാരണം കൊതുകിനെ അവിടുന്ന് ഓടിക്കണം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവമാണ് ഞാൻ. കൈയാണെങ്കിൽ നീ കാലാണ്. നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ്. അപ്പോൾ എൻ്റെ കാലിൽ കൊതുക് കുത്തിയാൽ കൈ അവിടെ ചെന്ന് കഴിഞ്ഞു അതിനെ ഓടിക്കുവാൻ, അല്ലെങ്കിൽ എന്നെ നശിപ്പിച്ച് കളയുവാൻ. അപ്പോൾ എൻ്റെ ഇടവക ജനത്തിന് വേണ്ടി, ഇടവകക്കാർക്ക് വേണ്ടിയാണല്ലോ ധ്യാനിപ്പിച്ചത്, എൻ്റെ ഇടവക ജനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കണം. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. അതുകൊണ്ട് ഈ വാക്കുകൾ ഈ മദ്യപാനിയായ മനുഷ്യനെ കണ്ടപ്പോൾ ഓടയിൽ കിടക്കുകയാണ്. ഇവർ പറഞ്ഞു നമുക്ക് എടുക്കാം. ഇവനെ എടുത്തപ്പോഴേ ഇവൻ തെറിപ്പാട്ട് പാടാൻ തുടങ്ങി. അവർ മടിച്ചില്ല. കൊണ്ടുവന്ന വഴിക്ക് പറഞ്ഞു എന്നാൽ നമുക്ക് പിന്നെ ഇട്ടിട്ട് പോയാലോ. അപ്പോൾ മറ്റവൻ പറഞ്ഞു എടാ അങ്ങനെ ഇട്ടിട്ട് പോകരുത്, നമ്മൾ സിറ്റിയിൽ നിന്ന് എടുത്തതാണ്, ആ നാട്ടുകാർ കണ്ടിട്ടുണ്ട്, നാളെ പോലീസ് കേസാവും. അവർ 3 പേരും കൂടി മലമുകളിലുള്ള ചേട്ടൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ മണ്ണെണ്ണ പാട്ടുകളൊക്കെ ഉയർത്തി നോക്കുന്ന ഒരു ചേച്ചി. അപ്പോൾ ചേട്ടനാന്ന് മനസ്സിലായി. വീടിൻ്റെ വാതിൽ ഓലക്കീറ് മാറ്റിയിട്ട് ആ ചേച്ചി തറയിലേക്ക് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു മക്കളെ ഈ മടിയിലേക്ക് കടത്തിയായി. ഇന്ന് ചേട്ടന് എന്തോ അബദ്ധം പറ്റിയതാ. ഈ യുവാക്കൾ എപ്പോൾ സിറ്റിയിൽ ഇറങ്ങിയോ അപ്പോഴെല്ലാം ഈ ചേട്ടൻ ഓടെ കിടക്കുകയാണ്. എല്ലാ ദിവസവും മദ്യപിക്കുന്ന മനുഷ്യനാണ്. ഓർക്കണം ആ ചേച്ചിയുടെ വാക്ക്. ഇന്ന് എൻ്റെ ചേട്ടന് എന്തോ പറ്റിയില്ല. ആ ചേട്ടൻ്റെ കുറവുകൾ മറച്ചു പിടിക്കുന്ന ഭാര്യ, മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാകാതിരിക്കുവാൻ വേണ്ടി തനിക്കാകുന്ന നഗ്നത മറപ്പിക്കുവാൻ വേണ്ടി സ്നേഹത്തിൻ്റെ വസ്ത്രം കൊടുക്കുന്ന ഭാര്യയെ നമ്മളവിടെ കാണുകയാണ്. ഭർത്താവിൻ്റെ അഭിമാനത്തിന് കോട്ടം വരാതിരിക്കുവാൻ വേണ്ടി പറഞ്ഞു വെക്കുകയാണ് ഇന്ന് എന്തോ പറ്റിയതാ. എല്ലാ ദിവസവും ഇതാണ്. എല്ലാ ദിവസവും നാട്ടുകാരെ ചീത്ത പറയും. എല്ലാ ദിവസവും വീട്ടിൽ അസ്വസ്ഥത ഉണ്ടാക്കും. ഇതെല്ലാം ഇവർക്ക് അറിയാവുന്ന കാര്യമാണ്. ചേച്ചി കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടേതുമായ അവസ്ഥയിൽ ചേച്ചി കടന്നു പോവുകയാണ്. ശുശ്രൂഷ ചെയ്യുന്നവൻ ഉത്സാഹത്തോടെ ശുശ്രൂഷ ചെയ്യട്ടെ എന്ന് തുടർന്ന് വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നാളെ അതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ ശ്രദ്ധിക്കാം. ആ ശുശ്രൂഷയുടെ വരം ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. 3 യുവാക്കൾ വിചാരിച്ചു ഞങ്ങൾ ധ്യാനം കൂടി, ഈ ചേച്ചിയൊന്നും ധ്യാനം കൂടിയിട്ടില്ല, ഞങ്ങൾക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞാണ് അവർ വന്നത്. അപ്പോഴാണ് ഉള്ളതിൽ കൂടുതൽ മേന്മ ഭാവിക്കരുതെന്ന് പൗലോസ്ലീഹ പറഞ്ഞ വചനം അവരെ സ്പർശിച്ചത്. പൗലോസ്ലീഹ തുടങ്ങുന്നത് എങ്ങനെയാണ്? എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു, ഉള്ളതിലധികം മേന്മ ആരും ഭാവിക്കരുത്. അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന അനേകം മക്കളുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മളെക്കാളും എത്രയോ ഉയരങ്ങളിൽ ആത്മീയതലങ്ങൾ ജീവിക്കുന്നവരുണ്ട് എന്ന് തിരിച്ചറിയണം. ദൈവം എനിക്ക് തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് അധ്യാപകൻ്റെ ജോലി ചെയ്യുന്നവർ, സഹായകൻ്റെ ജോലി ചെയ്യുന്നവർ, ഉപദേശം കൊടുക്കുന്നവർ, അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവർ, നേതൃത്വം നൽകുന്നവർ, വിവിധ മേഖലകളെക്കുറിച്ച് തുടർന്ന് നമ്മൾ 5ഉം 7ഉം തിരുവചന ഭാഗങ്ങളോട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും, കാണാൻ പറ്റും. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കാം. ഉള്ളതിലധികം മേന്മ ഞാൻ ഭാവിക്കുകയില്ല. ഞാൻ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അവയവമാണ്. നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഒരാളുടെ കുറവ് ഞാൻ നികത്തേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. ആദ്യമേ തന്നെ ആ കുറവ് നിന്റെ കുടുംബത്തിൽ, നിന്റെ വീട്ടിൽ തന്നെ ആയിരിക്കട്ടെ. നിന്റെ ഭാര്യയുടെ കുറവ്, നിന്റെ ഭർത്താവിൻ്റെ കുറവ്, നിന്റെ മക്കളുടെ കുറവ്, മാതാപിതാക്കളുടെ കുറവ്, അതെ, ആ കുറവിനെ ഒന്ന് മറച്ചു പിടിക്കുവാൻ, ആ കുറവിനെ സ്നേഹത്തിൻ്റെ വസ്ത്രം കൊടുക്കുവാൻ നമ്മൾക്ക് തീരുമാനമെടുക്കാം. ദൈവം നമ്മളെ എവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയാശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ഈ പ്രോഗ്രാം ആരിലേക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുന്നു അവർക്കെല്ലാം ആത്മാവിൻ്റെ വലിയ അഭിഷേകം ഉണ്ടാകുവാനും, ദൈവമേ നീ നിലയിരിക്കുന്ന
വിശ്വാസത്തിന് തോതനുസരിച്ച് വിവേകപൂർവം ചിന്തിച്ച് മുന്നേറുവാനുള്ള കൃപയും അനുഗ്രഹവും മക്കൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ അമ്മയെ ആശ്രയമാതാവെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കണം.